കുമ്പള ടോൾ പ്ലാസയുമായി ബന്ധപ്പെട്ട വിഷയം കഴിഞ്ഞ 2-3 ദിവസമായി ന്യൂസ് 18 വളരെ പ്രാധാന്യത്തോടെ നൽകുന്നുണ്ട്. അവിടെ കോൺഗ്രസ്, CPM, BJP ഒക്കെ മുസ്ലിം ലീഗ് ഒക്കെ സമരരംഗത്തുണ്ട്. BJP വല്ലാതെ പ്രതിരോധത്തിലായ ഒരു വിഷയം കൂടിയാണ് നമുക്കറിയാം. കേന്ദ്ര സർക്കാരാണ് ഈ ടോൾ പ്ലാസയുമായി ബന്ധപ്പെട്ട് ടോൾ പിരിവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നത്. ഇന്നിപ്പോൾ BJPയുടെ പ്രതികരണം ബൈജു എടുത്തിട്ടുണ്ട്. കാസർഗോഡ് കുമ്പള ടോൾ പിരിവിനെതിരെയുള്ള സമരം മുസ്ലിം ലീഗും ചില CPM നേതാക്കളും BJPക്കെതിരെ രാഷ്ട്രീയ ആയുധമാക്കി മുതലെടുപ്പ് നടത്താനാണ് ശ്രമിക്കുന്നതെന്ന് BJP. കോഴിക്കോട് മേഖലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് K. ശ്രീകാന്താണ് ഇക്കാര്യം പറഞ്ഞത്. മഞ്ചേശ്വരം മണ്ഡലത്തിലെ തോൽവി ഭയന്ന് AKM അഷ്റഫ് MLA ഉൾപ്പെടെയുള്ളവർ സമരത്തെ ആയുധമാക്കുന്നു. ടോൾ പിരിവിനെ BJP അംഗീകരിക്കുന്നില്ല. കുമ്പളയിൽ താൽക്കാലിക ടോൾ പ്ലാസ സ്ഥാപിച്ചതിൽ ചില ഉദ്യോഗസ്ഥരുടെ ഗൂഢാലോചനയുണ്ടെന്നും K. ശ്രീകാന്ത് ന്യൂസ് 18 പറഞ്ഞു. ടോൾ പ്ലാസ സമരത്തെ തുടർന്ന് പ്രതിരോധത്തിലായ BJPയുടെ ആദ്യ പ്രതികരണം കൂടിയാണ് ഇത്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. കുമ്പള ടോൾ പിരിവിനെതിരെ ജനകീയ ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശക്തമായ സമരമായി മുന്നോട്ട് പോകുമ്പോഴും BJP ഈ സമരത്തിൽ നിന്നും മാറി നിൽക്കുന്നു എന്ന ഒരു വലിയ തോതിലുള്ള വിമർശനം വരുന്നുണ്ട്. ഏതായാലും രാജ്മോഹൻ ഉണ്ണിത്താൻ കഴിഞ്ഞ ദിവസം ഈ കാര്യത്തിൽ ഒരു വ്യക്തത കൃത്യമായി വരുത്തിയിരുന്നു. ഇതിൽ BJPയുടെ നിലപാടെന്ന് നമുക്ക് BJP നേതാക്കളോട് തന്നെ നീക്കാം. അഡ്വക്കേറ്റ് K. ശ്രീകാന്താണ് ന്യൂസ് 18നോടൊപ്പം ചേരുന്നത്. ഈ ടോൾ സമരത്തിൽ BJP പൂർണ്ണമായി വിട്ടു നിൽക്കുന്നവർ, എന്താണ് ടോൾ വിഷയത്തിൽ BJPയുടെ നിലപാട്? ടോള് കുമ്പള അരിക്കാടിയിൽ ടോള് പിരിക്കരുത് എന്നുള്ളതാണ് BJPയുടെ നിലപാട്. കാരണം അതൊരു ന്യായമില്ല. പക്ഷേ NHAയുടെ ഉദ്യോഗസ്ഥന്മാർ പറയുന്നൊരു ന്യായം, ഒരു ദേശീയപാത നിർമ്മിച്ച് നോട്ടിഫിക്കേഷൻ കൊടുത്താൽ 45 ദിവസത്തിനകം ടോൾ പിരിവ് തുടങ്ങണം. അങ്ങനെ തുടങ്ങാണ്ട് ഡിലേ വരുത്തിയിട്ടുള്ള ഇടങ്ങളിൽ സർക്കാരിന് റവന്യൂ നഷ്ടം വന്ന് CAGയുടെ റിപ്പോർട്ടുകളുണ്ട്. പ്രത്യേകിച്ച് 2023 അങ്ങനെ റിപ്പോർട്ടുണ്ട്. അങ്ങനെ CAGയുടെ ഓഡിറ്റ് റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദികൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരായിരിക്കും എന്നുള്ളതാണ് അവർ ഉന്നയിക്കുന്ന ഒരു കാരണം. പക്ഷേ എന്ത് കാരണമായാലും ഈ കുമ്പളയിലെ പിരിവ് നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് BJP ഇതിലൊരു ഇടപെടൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാക്കിയിട്ട് അതിലൊരു പരിഹാരം കാണാൻ വേണ്ടിയിട്ടാണ് BJP ശ്രമിക്കുന്നത്. പക്ഷേ മഞ്ചേശ്വരം MLA ശ്രീ AKM അഷ്റഫ് ഉൾപ്പെടെയുള്ള സമരസമിതി നേതാക്കന്മാർ ശ്രമിക്കുന്നത് ഇതിനൊരു പരിഹാരമല്ല. അവർ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. കാരണം ഇതിനകത്തൊരു ഇങ്ങനൊരു വിഷയം വന്നപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾക്കൊപ്പം നിന്ന് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നൊരു സർക്കാരാണ്, കേന്ദ്ര സർക്കാരാണ്. അതിൽ പ്രത്യേകിച്ച് മന്ത്രി എല്ലാ പ്രതിപക്ഷ MPമാർക്കും പ്രതിപക്ഷത്തിനും അംഗീകാരമുള്ള പ്രതിപക്ഷമോ ഭരണപക്ഷമോ എന്ന് വ്യത്യാസമില്ലാതെ ഇടപെടുന്ന ഒരു മന്ത്രിയാണ് ശ്രീ നിതിൻ ഗഡ്കരിജി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി അതിലൊരു പരിഹാരം ഉണ്ടാക്കാമായിരുന്നു. പകരം എന്താ ചെയ്തിട്ടുള്ളത്? പകരം ഇവിടെ പെട്ടെന്ന് തന്നെ ഒരു സമരത്തിലേക്ക് പോയി. അക്രമം സമരം അഴിച്ചുവിട്ടു. മറുഭാഗത്ത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിച്ചു. അപ്പം ഹൈക്കോടതി വരെ ഇതിൽ നിയമവിരുദ്ധമായിട്ടൊന്നും ഇല്ല എന്ന് വിധി വരുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ CAGയുടെ റിപ്പോർട്ട്, അതിൻ്റെ തുടർന്നിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പോൾ ഹൈക്കോടതിയുടെ വിധി കൂടി വന്നതോട് കൂടിയിട്ട് ഉദ്യോഗസ്ഥന്മാർ ഇതിൽ നിന്ന് പിൻവാങ്ങാൻ തയ്യാറല്ല. അപ്പോൾ അത്രയും ശക്തമായിട്ടുള്ള നിയമോപദേശമൊക്കെ തേടിയ ശേഷം മാത്രമേ നമുക്കതിൽ ഇടപെടാൻ കഴിയൂ എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ടാണ് ഈ പരിമിതി വന്നിട്ടുള്ളത്. ഇപ്പോൾ ഈ അഷ്റഫിനിപ്പോൾ മറ്റ് വിഷയങ്ങളൊന്നുമില്ല. അപ്പോൾ അദ്ദേഹം തോൽക്കുമെന്ന് ഉറപ്പായപ്പോൾ ഒരു ആയുധമായിട്ട് ഇതിനെ പ്രയോഗിക്കുകയാണ്. BJPയെ ഇത് കരിവാരി തേക്കാനുള്ളൊരു ശ്രമമാണ് ഇപ്പോൾ സമരസമിതി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്, ഇപ്പോൾ ഇത് നിയമവിരുദ്ധമാണെന്ന് പറയുന്നു. ഇതേ സമരസമിതിയുടെ ചില നേതാക്കന്മാർ കൊടുത്തിട്ടുള്ള റിട്ട് ഹർജിയിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് പാർട്ടിയാണ്. എന്തുകൊണ്ട് സ്റ്റേറ്റ് ഗവൺമെൻറ് അതിലൊരു നിലപാട് പറയാത്തത്? എന്തുകൊണ്ട് മൗനം പാലിച്ചു? അപ്പോൾ സ്വാഭാവികമായിട്ടും സംസ്ഥാന സർക്കാരും മുസ്ലിം ലീഗും ചില CPMൻ്റെ നേതാക്കന്മാരും ചില NHAയുടെ ഉദ്യോഗസ്ഥന്മാരും ഒരു ഗൂഢാലോചന നടത്തിയിട്ടുണ്ട്. അത് കേന്ദ്ര സർക്കാരിനെതിരായിട്ട് ഒരു ശക്തമായിട്ടുള്ള ജനവികാരം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതല്ലെങ്കിൽ കുമ്പളയിൽ എന്തിനാ ഈ റീച്ച് തുടങ്ങുന്നത്? ഇപ്പുറത്താണല്ലോ, ചെർക്കളയിൽ നിന്ന് തലപ്പാടി വരെ ഉണ്ട്. കുമ്പളയിൽ തന്നെ എന്തിനാ? അപ്പോൾ വളരെ വ്യക്തമായിട്ടുള്ള ഒരു അജണ്ട ഇതുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ചോദിക്കും, NHA നിങ്ങളുടെ കേന്ദ്ര സർക്കാരിൻ്റെ അണ്ടറിലല്ലേ? അതെ. പക്ഷേ ഉദ്യോഗസ്ഥന്മാരെ നമുക്കെല്ലാവർക്കും അറിയുന്നത് കേരളത്തിലെ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളുണ്ട്, ചില അപാകതകൾ സംഭവിച്ചിട്ടുണ്ട്. അതിനെതിരെ വളരെ ശക്തമായിട്ടുള്ള നടപടി കേന്ദ്ര സർക്കാർ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് NHAയുടെ ചില ഉദ്യോഗസ്ഥന്മാർക്ക് കേന്ദ്ര സർക്കാരിനോട് വലിയ ഉള്ളിൽ എതിർപ്പുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ചില ഉദ്യോഗസ്ഥന്മാരുടെ ഒരു പാരവെപ്പ് കൂടിയാണ് ഇത് എന്നാണ് ഞങ്ങൾ സംശയിക്കുന്നത്. അത് BJPയുടെ A ക്ലാസ് മണ്ഡലമാണ് മഞ്ചേശ്വരം, പിന്നെ കാസർഗോഡും. അവിടെ ഈ ഒരു വിഷയം കുമ്പള ടോൾ പിരിവ് ഏതെങ്കിലും തരത്തിൽ തെരഞ്ഞെടുപ്പിന് തിരിച്ചടിയാവും?
അല്ല, ഇത് BJPക്ക് സാധ്യതയുള്ളതോ സാധ്യതയില്ലാത്തതോ മണ്ഡലം എന്നുള്ളതല്ല. ഇത് തെരഞ്ഞെടുപ്പ് വിഷയത്തിനപ്പുറത്ത് ജനങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയം എന്ന നിലക്കാണ് BJP ഇടപെടുന്നത്. സ്വാഭാവികമായിട്ടും BJPക്ക് ഈ കാര്യങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ സാധിക്കുമെന്നുള്ളതാണ്. ഇത്രയൊന്നും ജനങ്ങൾക്ക് ആശങ്കയുണ്ട്, ജനങ്ങൾക്ക് പ്രയാസമുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ അതേ സമയത്ത് ചില കാര്യങ്ങൾ മറച്ചു വെക്കുകയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് കേന്ദ്ര സർക്കാർ ഒരു വർഷം 3000 രൂപ അടച്ചു കഴിഞ്ഞാൽ 15 രൂപയ്ക്ക് ടോളിൽ പോകാൻ പറ്റുന്ന സൗകര്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് മറച്ചു വെക്കുകയാണ്. അതുമല്ല, ഒരു ടോൾ പ്ലാസയുടെ ഒരു 20 കിലോമീറ്ററിൻ്റെ അകത്തുള്ള ജനങ്ങൾക്ക് വെറും 340 രൂപ ഒരു മാസം കൊടുത്താൽ മതി. അവർക്ക് യാത്ര ചെയ്യാൻ പ്രയാസമില്ല. 340 രൂപയുടെ മാസപ്പാസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജനങ്ങൾക്ക് വലിയ രീതിയിലുള്ള ഭാരം അടിച്ചേൽപ്പിക്കാതെ അതോടൊപ്പം തന്നെ വികസനം മുമ്പോട്ട് കൊണ്ടുപോകാനും വികസനത്തിൻ്റെ കാര്യത്തിൽ പണം ഒരു പ്രശ്നമില്ലാതെ വികസനം ഇവിടെ നടത്തുകയും ജനങ്ങൾക്ക് ഭാരമില്ലാതെ ഈ വികസനം നടത്തുക എന്നുള്ള ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള സമീപനമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. ഉണ്ണിത്താൻ കഴിഞ്ഞ ദിവസം ന്യൂസൈറ്റിക്ക് നൽകിയ അഭിമുഖത്തിൽ തന്നെയാണ് പറഞ്ഞത്, ഇതിൽ ഈ കേന്ദ്രമന്ത്രി കൃത്യമായി MP-മാരുടെ കാര്യങ്ങളെല്ലാം ഇടപെട്ട് പരിഹരിക്കുന്ന എന്തുകൊണ്ടൊരു ഓൾ പാർട്ടി മീറ്റിംഗ് വിളിച്ച് അതിൽ BJP എന്തുകൊണ്ട് മുൻകൈ എടുത്തുകൂടാ? അല്ല, സ്വാഭാവികമായിട്ട് ഇതിനു മുമ്പൊക്കെ ഇങ്ങനെ ഇപ്പോൾ കേന്ദ്ര സർവകലാശാലയുടെ വിഷയം വന്നപ്പോൾ, അതുപോലെ തന്നെ മെഡിക്കൽ കോളേജിൻ്റെ വിഷയം വന്നപ്പോൾ, ഇതൊക്കെ സമയത്ത് MP-മാർ ആ സമയത്തുള്ള MP-മാരൊക്കെ ഇടപെട്ടിട്ട് എല്ലാവരും വിളിച്ചിട്ടുണ്ട്. ഇപ്പോഴും ഞങ്ങൾ അങ്ങനെ സഹകരിക്കാൻ തയ്യാറാണ്. പക്ഷേ BJPയെ മാറ്റി നിർത്തിക്കൊണ്ട് BJPക്കെതിരായിട്ട് ഒരു രാഷ്ട്രീയ ആയുധമാക്കിയിട്ട് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനുള്ള സമരത്തോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. രാഷ്ട്രീയത്തിനപ്പുറത്ത് ജനങ്ങളുടെ കാര്യത്തിൽ ഒരുമിച്ച് നിന്ന് നേടിയെടുക്കണം, ജനങ്ങളുടെ പ്രയാസം മാറ്റണം എന്നാണ്, പരിഹരിക്കണം എന്നാണ് BJPയുടെ നിലപാട്. ഇക്കാര്യത്തിലും അത് BJP വളരെ ഉറച്ച് നിൽക്കുകയാണ്. ആ കാര്യത്തിൽ നിലപാടിൽ ഒരു മാറ്റവും ഇല്ല. ഞങ്ങൾ ഈ കാര്യത്തിനോട് ഞങ്ങളുടെ നിലപാട് പരസ്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. ഒരു തർക്കവുമില്ല. എന്തായാലും ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ കൂടെ ഉണ്ടാകുമെന്ന് തന്നെയാണ് BJP പറയുന്നത്. ടോൾ പിരിവിനെതിരെ ശക്തമായി മുന്നോട്ട് പോകാനും അവർ തയ്യാറാണ്. ഇതിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെട്ട് ഈ ഓൾ പാർട്ടി മീറ്റിംഗ് വിളിച്ച് ഇതിലൊരു പ്രശ്നം പരിഹരിക്കുകയാണെങ്കിൽ BJP മുൻകൈ എടുക്കുമെന്നും അഡ്വക്കേറ്റ് K. ശ്രീകാന്ത് വ്യക്തമാക്കുന്നു. കെ വി ബൈജു ആണ് ഈ വാർത്തയുടെ ഫോളോ അപ്പ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കുന്നത്. ഇന്നലെ രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ വളരെ പ്രധാനപ്പെട്ട എക്സ്ക്ലൂസീവായുള്ള അഭിമുഖം ബൈജു എടുത്തിരുന്നു. ഇന്നിപ്പോൾ BJPയുടെ പ്രതികരണം, BJPയുടെ ആദ്യ പ്രതികരണമാണ് ഈ വിഷയത്തിൽ. പ്രതിരോധത്തിലായ പാർട്ടിയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.